അന്യസംസ്ഥാനങ്ങളിലെ കുഴൽക്കിണർ നിർമ്മാണ ഏജൻസികളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി നിയമനിർമ്മാണം നടത്തണമെന്ന് ഗവൺമെന്റ് രജിസ്റ്റേർഡ് ബോർവെൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിൽ നിലവിൽ സർക്കാർ അംഗീകാരമുള്ള 55 ഏജൻസികളാണ് ഉള്ളത്. എന്നാൽ ജില്ലയിൽ ലൈസൻസ് ഇല്ലാതെ നിരവധി പേർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഗുണനിലവാരമില്ലാത്ത പൈപ്പും മറ്റ് സാമഗ്രികളും ഉപയോഗിച്ച് നിരക്ക് കുറച്ചാണ് ജോലി ചെയ്യുന്നത്. ഇത് കാരണം ഈ മേഖലയിൽ ലൈസൻസ് ഉള്ള ഏജൻസികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയാണ്. ഇക്കാര്യം സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നിലവിലെ സർക്കാർ ഉത്തരവ് അനുസരിച്ച് അതിന് കഴിയില്ലെന്നാണ് മറുപടി ലഭിച്ചത്. മലപ്പുറം ജില്ലയിൽ 2025 കൂടി 55 ആളുകൾ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ള ഇത് 2014 ഈ ജിയോ ഇറങ്ങുകയും അതേപോലെ തന്നെ ഈ ജിയോ പുതുക്കി 2023 ഇറങ്ങിയതിനു ശേഷമാണ് ഈ 55 പേര് ലൈസൻസ് എടുത്തിട്ടുള്ളത്. അത് ഓരോ ആളുകൾക്കും നമ്മൾ മുൻപേ പറഞ്ഞ പ്രകാരം ഇത്രയും കാശിന് ചെലവുണ്ട്. എന്നാൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലായി കൂടി 362 ഏജൻസികളുണ്ട്. ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് 362 ഏജൻസികൾ. ഇതേപോലെ മുൻപ് പറഞ്ഞതുപോലെ പൈസ ചെലവഴിച്ച് ലൈസൻസ് എടുത്ത ആളുകളാണ്. ഇപ്പോൾ നിലവിലുള്ളത് 636 ബോർവെൽ വെഹിക്കിളുകളാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. ഒരു ഫേമിന് 3 വെഹിക്കിൾ വരെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താനുള്ള സർക്കാരിന്റെ ഒരു ഓർഡർ കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ 636 രീതികൾ പല ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ സർക്കാരിന് കിട്ടിയ റവന്യൂ വരുമാനം 2,73,13,691 രൂപയാണ്. അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ MV സലീം, പന്തക്കൻ കുഞ്ഞ, EKT അഹമ്മദ് അമീർ, KA അബ്ദുൽ മജീദ്, KK അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.